അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദ എൻ്റർ വെയിറ്റ് ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ബോഡിയുടെ എൻ്റർ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി എന്താണ് സെൻട്രോയിഡ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡ് ഈസ് ദ പോയിൻ്റ് ഓൺ ദ ഫിഗർ ഓർ പോയിൻ്റ് ഓൺ ദ plane at which the entire area is assumed to be concentrated. അതായത് തന്നിരിക്കുന്ന ഫിഗറിൽ ദ എൻറ്റയർ ഏരിയ അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് തന്നിരിക്കുന്ന ഫിഗറിൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്കുലർ പോയിൻ്റാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് സെൻട്രോയിഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ പ്ലെയിൻ ഫിഗർ ലൈക്ക് ടി സെക്ഷൻ, ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, സി സെക്ഷൻ അതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം നിങ്ങൾ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഫിഗർ സിമ്മെട്രിക് ആണോ അസിമെട്രിക് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതായത് ഒരു ഫിഗർ നമ്മൾ പാർട്ടീഷൻ ചെയ്തു, തന്നിരിക്കുന്ന ഒരു ടി സെക്ഷനോ ഐ സെക്ഷനോ സി സെക്ഷനോ, ഈ 3 സെക്ഷനോ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാറുള്ളൂ. ഓക്കെ, തന്നിരിക്കുന്ന സെക്ഷൻ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് അലോങ് എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിറർ ഇമേജ് ഫോം ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ അത് നമുക്ക് സിമ്മെട്രിക് ഫിഗർ അല്ലെങ്കിൽ സിമ്മെട്രിക് ടു ഏത് ആക്സിസ് ആണോ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ആക്സിസ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി സിമ്മെട്രിക് അല്ല എങ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മിറർ ഇമേജസ് ലഭിക്കൂല. ഓക്കെ, ഇനി സിമ്മെട്രിക് ആണെങ്കിൽ ഏത് ആക്സിസിനാണ് സിമ്മെട്രിക് എന്നാണ് നമ്മൾ അടുത്ത കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് വൈ ആക്സിസ് ആണ് നമ്മൾ കട്ട് ചെയ്യാനെടുത്തത് എങ്കിൽ ഓർ സിമ്മെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ ദെൻ നമുക്ക് വൈ ബാർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഇൻ കേസ് നമ്മൾ സിമ്മെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ എക്സ് ബാർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം വൈ ആക്സിസും ഇനി വൈ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം എക്സ് ആക്സിസും ആണ്. ഓക്കെ, അത് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റെഫറൻസ് ആക്സിസ് വരക്കണം. ഓക്കെ, ഇതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ പ്രൊസീജിയറായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇനി പ്രൊസീജിയർ ഫോർ ഡ്രോയിങ് റെഫറൻസ് ആക്സിസ്. ഈ റെഫറൻസ് ആക്സിസ് വരക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ അതിൽ പാരലാക്സിസ് തിയറം ഉണ്ട്. അതിൽ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ആക്സിസ് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഒരു റെഫറൻസ് ആക്സിസ് നമ്മൾ വരക്കണം. ഗിവൺ ഫിഗറിന് റെഫറൻസ് ആക്സിസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് അടുത്തത്. അത് ലൈൻ ഫോർ ഡിറ്റർമിനിങ് വൈ ബാർ, അതായത് വൈ ബാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമ്മൾ ലോവസ്റ്റ് ലൈൻ ഓഫ് ദ ഫിഗറാണ് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുക. അതായത് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ആസ് റെഫറൻസ് ആക്സിസ് ത്രൂ ദ ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ ഫിഗർ. അതായത് ഫിഗറിൻ്റെ ലോവസ്റ്റ് പോർഷനിൽ കൂടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഫറൻസ് ആക്സിസ് കിട്ടും. ഇൻ കേസ് ഓഫ് വൈ ബാർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ. ഓക്കെ, ഇനി എക്സ് ബാർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ ഫിഗർ, ദെൻ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് അവർ റെഫറൻസ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അത് എക്സ് ബാർ കണ്ടുപിടിക്കാനാണ്. ഇനി തന്നിരിക്കുന്ന ഫിഗർ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് സിമ്മെട്രിക് ആയിട്ടുള്ളൊരു ഫിഗറല്ല നൽകിയിരിക്കുന്നതെങ്കിൽ ലൈക്ക് എൽ സെക്ഷൻ നമുക്ക് സിമ്മെട്രിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം 2 ഡയറക്ഷനിലേ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ഓർ യൂസിങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുള്ളൂ 2 സൈഡിലും ആക്സിസിൽ. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമ്മൾ എക്സ് ബാറും കണ്ടുപിടിക്കണം വൈ ബാറും കണ്ടുപിടിക്കണം സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ കേസ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ റൂൾസ് റെഫർ ചെയ്യുക. ഈ റൂൾസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ്റെ പോർഷനിൽ മൊഡ്യൂൾ 2 ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു നോട്ട് ഞാൻ സെപ്പറേറ്റ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ദയവേത് വായിക്കുക.
ഇനി സെൻട്രോയിഡ് ഓഫ് എ ജോമെട്രിക്കൽ ഷേപ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1, 2, 3. ഓക്കെ, ഈ 3 ഷേപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത്. ഓക്കെ, അതിൽ സ്ക്വയറിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എക്സ് ബാർ അല്ലെങ്കിൽ വൈ ബാർ, അതാണ് സെൻട്രോയിഡൽ പോയിന്റ്, സെൻട്രോയിഡൽ ആക്സിസിലോട്ടുള്ള പോയിന്റ് വിത്ത് റെഫറൻസ് ടു റെഫറൻസ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എക്സ് ബാറും വൈ ബാറും. അത് b/2 ആണ്. അതായത് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിലും സ്ക്വയർ സെക്ഷൻ ആണെങ്കിലും നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രോയിഡിൻ്റെ ആക്സിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ b/2 എടുക്കുക. ഓക്കെ, അതിൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. സെയിം തന്നെയാണ് റെക്റ്റാങ്കിളിനും. ഓക്കെ, റെക്റ്റാങ്കിളിനാണെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കാൻ b/2യും എക്സ് ബാർ ഇസ് ഈക്വൽ ടു b/2യും വൈ ബാർ എന്ന് പറഞ്ഞാൽ d/2യും ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണ് അവർ ബിയും ഡിയും കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, എക്സ് ബാർ കാണാൻ എന്താണ് അവർ ചെയ്തത്? b/2 ഉണ്ട്. അതായത് വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ടു ദ ഗിവൺ പോയിന്റ് ഡിവൈഡഡ് ബൈ സെൻട്രോയിഡ് ആണല്ലോ, അപ്പോൾ ഓൾമോസ്റ്റ് സെൻറ്റർ ആയിക്കോളും, അതുകൊണ്ട് /2 വന്നു. അതുപോലെ തന്നെ വൈ ബാർ കാണാൻ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ടു ദ സെൻട്രോയിഡ്, അതാണ് വൈ ബാർ. എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. ഓക്കെ, നിങ്ങൾ ആ ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ട്രയാങ്കിൾ എക്സ് ബാർ b/3, വൈ ബാർ h/3, 3 ഫിഗേഴ്സ് മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളൂ. ബാക്കി ഞാൻ എല്ലാം നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാണ് അതൊക്കെ, പക്ഷേ പഠിക്കാൻ നോക്കുക അതൊക്കെ. ഓക്കെ, ഇനി പ്രോബ്ലംസിലോട്ട് പോകാം. അതായത് ഇതായിരിക്കുള്ളൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ടി സെക്ഷൻ ഗിവൺ ബിലോ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം നമ്മൾ അത് സിമ്മെട്രിക് ആണോ എന്ന് നോക്കുക. കണ്ടോ, സിമ്മെട്രിക് ആണോ എന്നറിയാനാണ് ഞാൻ അവിടെ ഡിവൈഡ് ചെയ്തത്. കണ്ടോ, ഒരു പാർട്ടീഷൻ ലൈൻ കണ്ട, അതിൽ റോമൻ ലെറ്റേഴ്സിൽ 1, 1, 2, 2 എന്ന് എഴുതിയേക്കുന്ന 2 സെക്ഷൻ കണ്ട. ഓക്കെ, അത് പാർട്ടീഷൻ ചെയ്തതാണ്. അതായത് 1, 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് 2, 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതും നടുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഐഡൻറ്റിക്കലായിട്ട് തോന്നും അല്ലേ, സെയിം ഫിഗർ ആയിട്ട് തോന്നൂല്ലേ, മിറർ ഇമേജ് ആയിട്ട് തോന്നൂല്ലേ. ഓക്കെ, അതുകൊണ്ട് അത് ഒരു അതൊരു സിമ്മെട്രിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. സിമ്മെട്രിക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റൂൾ പ്രകാരം നമുക്ക് ഏത് ആക്സിസിനാണ് സിമ്മെട്രിക്ക്, വൈ ആക്സിസിനാണ് സിമ്മെട്രിക് ഇല്ലെങ്കിൽ നമുക്ക് വൈ ബാർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നേരെ വൈ ബാർ കണ്ടുപിടിക്കുക. വൈ ബാറാണ് കാണേണ്ടത് ഇതിൽ. സെൻട്രോയിഡ് വൈ ബാർ മാത്രം കണ്ടാൽ മതി, എക്സ് ബാർ ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഫിഗർ പ്രോബ്ലത്തിൻ്റെ നേച്ചർ വെച്ച് നമ്മൾ ആദ്യം 2 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക. 1ഉം 2 ആയിട്ടും ഇവിടെ ചെയ്തേക്കണമല്ലോ, കണ്ടോ, 1ഉം 2 ആയിട്ടും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേക്കണത്? നേരെ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 1, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 2 എന്ന് കണ്ടില്ലേ. ഓക്കെ, 2 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. പിന്നെ y1 കാണണം. y1ഉം y2യും എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ഓക്കെ, y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം, കണ്ടോ, ഇതൊരു ടി സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞേക്കണ പോലെ ടി സെക്ഷനാണ്. അപ്പോൾ നമുക്ക് വൈ ബാറാണ് കണ്ടുപിടിക്കണമെങ്കിൽ റെഫറൻസ് ആക്സിസ് ഏതിലെ കൂടി പോകുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇറ്റ് വിൽ ബി ദ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദ ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ ഫിഗർ. കണ്ടോ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചേക്കുന്നത് ഇതാണ്, പകുതിയെ വരച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഇതാണ് y1. ഓക്കെ, y1 ഇസ് ഇക്വൽ ടു ടോട്ടൽ ലെങ്ത് 80 ആണ്, 80/2 40. ഓക്കെ, ഇനി y2 എന്താണ്? 80 + 20/2 എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്? അതായത് സെക്കൻഡ് റെക്റ്റാങ്കിൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അതായത് y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസ് ആക്സിസ് ടു ദ സെൻട്രോയിഡ് ഓഫ് ദ സെക്കൻഡ് ഫിഗർ, അതാണ്. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡ് ഫിഗറിലോട്ട് എത്തണമെങ്കിൽ ഫസ്റ്റ് ഫിഗർ കടക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് പ്ലസ് അതിൻ്റെ ഇൻഡിവിജ്വൽ ഫോർമുല. റെക്റ്റാങ്കിളിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ? b/2 അല്ലേ, ആ സെയിം ഇതാണ്. പക്ഷേ നമ്മൾ ഇത് ഒരു ഫിഗറിന് മുകളിൽ വേറൊരു ഫിഗർ തരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇൻ കേസ് ഓഫ് വൈ എന്ന് പറയുന്ന വേരിയബിൾ കണ്ടുപിടിക്കാൻ മാത്രം. എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ y2 കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ ഏരിയ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് വൈ ബാറാണ്. കാരണം ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയ കാരണം നമുക്ക് വൈ ബാർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ a1 y1 + a2 y2 ഡിവൈഡഡ് ബൈ a1 + a2. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 67.78 mm.
ഇതെല്ലാം MM-ലാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മാത്രം മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ റേസ് ടു 4 അല്ലെങ്കിൽ മീറ്റർ റേസ് ടു 4 യൂണിറ്റിലേ വരുള്ളൂ. ഇതെല്ലാം പൊസിഷനാണ് വിത്ത് റെസ്പെക്ട്, അതായത് ഓരോ ആക്സിസിൽ നിന്നും വിത്ത് റെഫറൻസ് ടു എനി ആക്സിസ് ടു ദ പർട്ടിക്കുലർ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം മില്ലിമീറ്ററിലായിരിക്കുള്ളൂ. ഓക്കെ, ഉണ്ടോ? അപ്പോൾ 67.78 എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതേ റെഫറൻസ് ആക്സിസ് വൈ ബാർ കണ്ടോ, വൈ ബാർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിലായിരിക്കുള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ കോമ്പോസിറ്റ് സെക്ഷൻ. കണ്ടോ, ഇതൊരു കോമ്പോസിറ്റ് സെക്ഷനാണ്. ഞാൻ മാർച്ച് 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ചാൻസ് ഉണ്ട് ഇത്തവണ. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ കോമ്പോസിറ്റ് സെക്ഷൻ ഗിവൺ ബിലോ. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് രണ്ട് ഫിഗർ ഉണ്ട്, അതായത് കോമ്പിനേഷൻ ഓഫ് 2 ഫിഗേഴ്സ്. അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിളും ഉണ്ട്. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഏരിയ കണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ½ BH. നമ്മൾ അതാദ്യം കണ്ടുവെക്കുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫിഗർ സിമെട്രിക് ആണോ അല്ലെങ്കിൽ അസിമെട്രിക് ആണോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ എക്സ് ആക്സിസ് കൊണ്ട് ആദ്യം നമുക്ക് വൈ ആക്സിസ് നോക്കാം. വൈ ആക്സിസ് കൊണ്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് ഈ ഫിഗർ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഒരു സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു സ്ക്വയറിൻ്റെ പോർഷനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രയാങ്കിളിൻ്റെ ഒരു പോർഷനുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും ഇത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തും മിറർ ഇമേജസ് വരണം. ഇത് അങ്ങനെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എക്സ് ഡയറക്ഷനിൽ പാർട്ടീഷൻ ചെയ്യുക. കണ്ടോ, എക്സ് ഡയറക്ഷനിൽ പാർട്ടീഷൻ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് രണ്ട് എക്സ് ആക്സിസിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനും ബോട്ടം മോസ്റ്റ് പോർഷനും സിമെട്രിക്കലായിട്ടുള്ള ഫിഗർ കിട്ടി. ഓക്കെ, അപ്പോൾ ദ ഗിവൺ ഫിഗർ ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് എക്സ് ബാർ ഓൺലി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ബാർ കാണുക. എക്സ് ബാറിൻ്റെ ഫോർമുല ഞാൻ നിങ്ങളുടെ ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, A1 x1 plus A2 x2 divided by A1 plus A2. ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി x1ഉം x2ഉം കാണണം. x1ഉം x2ഉം എന്താണ്? ഓക്കെ, ഇത് നമ്മളുടെ റെഫറൻസ് ആക്സിസ് ഇതിൽ കണ്ടുപിടിക്കണം. റെഫറൻസ് ആക്സിസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മളെ റൂൾ എന്താണെന്ന് നോക്കുക. പാർട്ടീഷൻ ഓർ സിമെട്രിക് അബൌട്ട് ഏത് ആക്സിസ് ആണോ, എക്സ് ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ റെഫറൻസ് ആക്സിസ് വരുന്നത് ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ടു ദ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ ഫിഗർ റെഫറൻസ് ആക്സിസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് പോർഷനാണ് റെഫറൻസ് ആക്സിസ് എടുക്കേണ്ടത്. അതായത് ഫിഗറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ, ഈ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അതിലൊരു വെർട്ടിക്കൽ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു വരച്ചേക്കണേണ്. അതിൽ x1ഉം x2ഉം സ്റ്റാർട്ടിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നോക്കിയേ, x1 എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം വൈ ആക്സിസ്. കണ്ട, അപ്പോൾ നേരെ 50യുടെ ഹാഫ് 25. നേരെ ഇനി x2 എന്ന് പറയുമ്പോൾ ദ സെൻട്രോയിഡ് വിൽ ബി സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫറൻസ് ആക്സിസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. റെഫറൻസ് ആക്സിസിൽ നിന്ന് തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഫിഗറിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, അതാണ് റൂള്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മറിച്ച് ആദ്യത്തെ ഫിഗറിൻ്റെ കാണാൻ അത് സിംഗിൾ ഫിഗറാണ്, അത് കോമ്പോസിറ്റ് ഫിഗറിൻ്റെ ഫിഗറല്ല. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ഫിഗർ ഒരു കോമ്പോസിറ്റ് ഫിഗറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഫിഗറിൻ്റെ ലെങ്ത്ത് പ്ലസ് മറ്റേ സെൻട്രോയിഡും എൻ്റെ ഫോർമുലയും കൂടി ആഡ് ചെയ്ത് വരണം. ഓക്കെ, അത്രേ ഉള്ളൂ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ സെൻട്രോയിഡ് ഓഫ് എൽ സെക്ഷൻ. 2018 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഫിഗർ നിങ്ങൾ നോക്കിയേ, ഇതിൽ നമുക്കൊരു കാരണവശാലും നമുക്ക് സിമെട്രിക് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് എൽ സെക്ഷനാണ്. നമ്മൾ എക്സ് ആക്സിസ് നമ്മളുടെ പാർട്ടീഷൻ പോർഷൻ ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ച് കട്ട് ചെയ്താൽ ഇത് സിമെട്രിക് ആയിട്ട് കിട്ടില്ല. അതായത് കട്ട് ചെയ്യുന്ന പോർഷൻ്റെ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് പോർഷൻ നമുക്ക് ഐഡൻറ്റിറ്റിക്കലായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? നമുക്കിത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് അസിമെട്രിക് ആണ്. അസിമെട്രിക് ആണെങ്കിൽ ആസ് പെർ റൂൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിൽ എക്സ് ബാറും വൈ ബാറും ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ,
ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. സ്പ്ലിറ്റ് ദ ഫിഗർ ഇൻ ടു 2 റെക്റ്റാങ്കിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ, ദെൻ ഫൈൻഡ് ദ എക്സ് ബാർ ആൻഡ് വൈ ബാർ സിൻസ് ദ ഗിവൺ ഫിഗർ ഇസ് നോട്ട് സിമെട്രിക്കൽ. ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ. സെൻട്രോയിഡ് വിൽ ബി ഇൻ്റർസെക്ഷൻ ഓഫ് വൈ ബാർ ആൻഡ് എക്സ് ബാർ പോയിന്റ്സ്, ഏരിയ ഓഫ് ഓക്കെ, അതിൻ്റെ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിരിക്കുള്ളൂ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും ഫോമുല അറിയാം. എക്സ് ബാറിൻ്റെ ഫോമുല എന്ന് പറയുന്നത് a1x1 പ്ലസ് a2 x2 ബൈ a1 പ്ലസ് a2. ഓക്കെ, ഇത് 2 ഫിഗർ ഉള്ളത് കൊണ്ടാണ് a1x1 അല്ലെങ്കിൽ a2 x2. ഇനി 3 ഫിഗർ ഉണ്ടെങ്കിൽ ഫോമുല എങ്ങനെ ചേഞ്ച് ആവും? a3 x3 ഡിവൈഡഡ് ബൈ a3, അതും കൂടി ഇതിനെ കൂടി ആഡ് ചെയ്ത് തരും. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ ഇഫ് ഒരു എക്സ്ട്രാ ഫിഗർ ഉണ്ടെങ്കിൽ a1x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 അങ്ങനെ വരും. ഓക്കെ, അത് കെയർ ചെയ്യുക. ഇവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് 2 റെക്റ്റാങ്കിൾ എടുത്തുകൊണ്ടാണ്. ഇനി ഒരു റെക്റ്റാങ്കിളും കൂടി വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി ഏരിയ കണ്ടുപിടിക്കുക 2 റെക്റ്റാങ്കിളിൻ്റെ. അതിനുശേഷം നമ്മൾ x1ഉം x2ഉം കണ്ടുപിടിക്കുക. x1ഉം x2 എങ്ങനെയാണ്? x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കാൻ നേരത്ത് ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതായത് x1 കണ്ടോ, ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്നാണ് മെഷർ ചെയ്തേക്കുന്നത്. x1 = 80/2 = 40 കിട്ടും. അതിനുശേഷം x2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, x2 അതായത് സെക്കൻഡ് റെക്റ്റാങ്കിൾ മാറി നിൽക്കണേണ് ഒരു പോർഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് 12 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 6. ഇനി അപ്പോൾ x2 കിട്ടി. ഇനി y1ഉം y2ഉം കണ്ടുപിടിക്കണം. y1 നമുക്കറിയാം. y1 കണ്ടുപിടിക്കാൻ നേരത്ത് റെഫറൻസ് ആക്സിസ് ഏതാണ് എടുക്കേണ്ടത്? ത്രൂ ദ ലോവർ മോസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഗിവൺ ഫിഗർ. അതുകൊണ്ടാണ് y1 എന്ന് പറയുന്നത് കണ്ടോ, y1 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റെഫറൻസ് ആക്സിസ് ചെയ്യുന്ന മിഡിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് 6. ഇനി y2 എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം y2 എടുക്കുമ്പോൾ y1ഉം ചേർന്ന് വരുന്നുണ്ട്. ഓക്കെ, അതായത് y1 അല്ല, ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഡെപ്ത്ത് പ്ലസ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോമുല, അതായത് 12 പ്ലസ് 80/2 വരും. ഓക്കെ, അപ്പോൾ y2ഉം കിട്ടി. ഇനി ഈ x1ഉം x2ഉം y1ഉം y2ഉം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഗിവൺ ഇക്വേഷനിൽ. അതാണ് കണ്ടോ, ഇതിൽ ഈ പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ എക്സ് ബാർ 23ഉം y ബാർ 29ഉം കിട്ടി. ഈ 23ഉം 29ഉം നമ്മളുടെ കറസ്പോണ്ടിങ് ആക്സിസിൽ നിന്നും മാർക്ക് ചെയ്തേക്കണേണ് കണ്ടോ. അപ്പോൾ y ബാർ 29 മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ബാർ 23 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇതിൻ്റെ സെൻട്രോയിഡ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരക്കുമ്പോൾ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, സെൻട്രോയിഡ് എവിടെയാണെന്ന് കൂടി മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഐ സെക്ഷൻ. ഇത് മാർച്ച് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഈ ഫിഗർ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലോട്ട് വരും. കാരണം എന്താണ്, വൈഡ് ആക്സിസിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കും, മിറർ ഇമേജ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇത് സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് ആണ്. സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് ആണ് റൂൾ 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് വൈ ബാർ. വൈ ബാർ കാണണം. വൈ ബാർ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഫോർമുല എഴുതുക നേരെ. ഓക്കെ, a1 y1 പ്ലസ് a2 y2 പ്ലസ് a3 y3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഒരു ആഡഡ് സെക്ഷനും കൂടി ഇതിൽ കയറി വന്നു. അതുകൊണ്ടാണ് y3 a3 എന്ന് പറയുന്ന 2 വേരിയൻസും കൂടി ഇതിൽ കയറി വന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിമെട്രിക് ആണെന്ന് പറയാൻ നമ്മൾ y ആക്സിസിൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻഡിവിജ്വൽ 1 2 3 എന്നുള്ള 3 റെക്റ്റാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം y1 y2 y3 കണ്ടുപിടിക്കണം. അതായത് ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ്. ഇതിൻ്റെ റെഫറൻസ് ആക്സിസ് എവിടെയാണ് വരുന്നത്? ആ 1 എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ബോട്ടം പോർഷനിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഹൊറിസോണ്ടലായിട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ റെഫറൻസ് ലൈൻ. എന്തുകൊണ്ടാണ് അവിടെ റെഫറൻസ് ലൈൻ എടുത്തത്? കാരണം y ബാർ കണ്ടുപിടിക്കാൻ
നമ്മൾ റെഫറൻസ് ആക്സിസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഗിവൺ ഫിഗറിൻ്റെ ലോവർ മോസ്റ്റ് പോർഷനാണ്. ഓക്കെ, അത് റൂളാണ്, അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ഉള്ള ഒരു കാൽക്കുലേഷൻ സെൻട്രോയിഡിൻ്റെ കേസിൽ പറ്റില്ല. ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലെത്താം. ഓക്കെ, y1 കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ഇത് നേരെ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, y2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് പ്ലസ് സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡിൻ്റെ ഫോമുല. അതായത് y2 എന്ന് പറയുന്നത് y1 പ്ലസ് ഇതിൻ്റെ ലെങ്ത്ത്, അതായത് 2 എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി y3 എന്ന് പറയുന്നത് എന്താണ്? y1, അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ലെങ്ത്ത് പ്ലസ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ലെങ്ത്ത്. ഓക്കെ, പ്ലസ് പിന്നെ തേർഡ് ഇൻഡിവിജ്വൽ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോമുല. അതെ, നിങ്ങൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? y3 കണ്ടുപിടിച്ചാൽ കണ്ടോ? 20 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ലെങ്ത് ആണ്. 120 എന്ന് പറയുന്നത് ആ നടുക്കുള്ള ആ വെബിൻ്റെ ഐ സെക്ഷൻ്റെ നടുക്കലത്തെ ആ വെബിൻ്റെ ലെങ്ത് ആണ് 120. 10/2 എന്ന് പറയുന്നത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ തേർഡ് റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ സെൻട്രോയിഡ് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ചാണ്. ഓക്കെ, അങ്ങനെയാണ് ആഡ് ചെയ്ത് പോവുകയാണ്. ഇനി y ബാർ കണ്ടുപിടിക്കുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 A2 A3 അറിയുക. അപ്പോൾ A1 × y1 അതെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം അത്. ഓക്കെ, ചെയ്യുക, അപ്പോൾ y ബാർ കിട്ടും. ഇനി ഡിറ്റർമൈൻ ദ സെൻട്രോയിഡ് ഓഫ് ചാനൽ സെക്ഷൻ ഗിവൺ ബിലോ. അത്രേ ഉള്ളൂ, കാരണം y ബാർ മാത്രം കണ്ടുപിടിക്കുക. ഇനി ഡിറ്റർമൈൻ ദ സെൻട്രോയിഡ് ഓഫ് ചാനൽ സെക്ഷൻ. ഇത് നമുക്ക് എങ്ങനെ? ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2018 ചോദിച്ചതാണ്. ഇത് നമ്മൾ y ഡയറക്ഷനിൽ അല്ലെങ്കിൽ y ആക്സിസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സിമെട്രിക് ആയിട്ട് ഒരിക്കലും കിട്ടില്ല. സോ നമ്മളിത് എക്സ് ആക്സിസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കാണണം? എക്സ് ബാർ മാത്രം കണ്ടാൽ മതി. സെൻട്രോയിഡിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉടൻ തന്നെ ഇത് അറ്റൻഡ് ചെയ്യുക, കാരണം നമുക്ക് വളരെയധികം ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കെയർ മാത്രം നമ്മൾ ഇതിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് ബാർ നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഐഡൻറ്റിറ്റിക്കലാണ്. ഇൻഡിവിജ്വലായിട്ട് 3 റെക്റ്റാങ്കിൾ ഉണ്ട്. 3, 1, 2, 3 ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. കറസ്പോണ്ടിങ് x1 x2 x3 കണ്ടുപിടിച്ചു. ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടും. അതാണ് സെൻട്രോയിഡിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി തിയറം ഓഫ് പാരലൽ ആക്സിസ് ആൻഡ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അത് വെച്ചിട്ടുള്ള കണക്കുകളാണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.